ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 29 വ്യാഴാഴ്ചയാണ്. ആദ്യം ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും ഇന്ത്യൻ വിപണികൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏഷ്യൻ വിപണികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തതാണ് ഇന്നലെ ഇന്ത്യൻ വിപണിയിലും നേട്ടം നിലനിർത്താൻ സഹായിച്ചത്. കൂടാതെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ട്രേഡ് ഡീലിന്റെ ഒരു പോസിറ്റിവിറ്റി ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കൂട്ടുകയുണ്ടായി. ഇനി അങ്ങേയറ്റം ശ്രദ്ധ നേടിയ ഒരു സെക്ടർ ഇന്നലെ PSE ഇൻഡെക്സ് ആയിരുന്നു. 32 മാസത്തെ ഏറ്റവും ഉയർന്ന ഒരു സിംഗിൾ ഡേ ഗെയിൻ ആണ് ഇന്നലെ ആ സെക്ടർ ഉണ്ടാക്കിയത്. ഇനി US വിപണിയിലേക്ക് വന്നാൽ S&P 500 ഇൻഡെക്സ് ഇത് ആദ്യമായി 7000 എന്ന മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. കൂടാതെ ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായി പറയാനുള്ള വാർത്ത, 32 മാസത്തിനിടയിലെ മികച്ച ഒരു ദിവസത്തെ കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിഫ്റ്റി PSE ഇൻഡെക്സ്. ഒരു റെക്കോർഡ് നേട്ടം തന്നെയാണിത്. നിഫ്റ്റി PSE ഇൻഡെക്സ് 4.61% ഇന്നലെ ഉയർന്നത്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ 32 മാസത്തിനിടയിലെ ഏറ്റവും മികച്ച ഒരു സിംഗിൾ ഡേ ഗെയിൻ തന്നെയായിരുന്നു ഇത്. ഒരു വർഷത്തെ ഉയർന്ന നില എന്ന് പറയുന്നത് 11,179.50 നിഫ്റ്റി ഇന്നലെ 0.66% നേട്ടമാണ് ഉണ്ടാക്കിയത്. നിഫ്റ്റി PSE ഇൻഡെക്സിലെ എല്ലാ 20 ഓഹരികളും ഗ്രീനിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറിയത് ഓയിൽ ഇന്ത്യയായിരുന്നു. 9.87% ഉയർന്നു. ഭാരത് ഇലക്ട്രോണിക്സ് 9.21% നേട്ടമുണ്ടാക്കി. ONGC 8.18% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഈ സെക്ടറുകളെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്ത നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. ഡിസംബറിൽ ഇന്ത്യയുടെ വ്യവസായ ഉൽപാദനത്തിൽ വൻ കുതിപ്പ് ഉണ്ടായിരിക്കുന്നു. 26 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് IIP വളർച്ച രേഖപ്പെടുത്തിയത്. 7.8% ഒക്ടോബറിൽ 0.5% എന്ന 14 മാസത്തെ താഴ്ന്ന നിലയിൽ നിന്നാണ് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കുതിപ്പിന്റെ കാരണങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്ങിൽ 8.1% വർധനവ്, ഖനനം 6.8%, വൈദ്യുതി 6.3% എന്നിങ്ങനെയുള്ള വളർച്ചയാണ് സെക്ടറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേഗത്തിൽ വളരുന്ന മേഖലകളായി കാണാൻ കഴിയുന്നത് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ 34.9%, വാഹന നിർമ്മാണം 33.5%, ഗതാഗത ഉപകരണങ്ങൾ 25.1% എന്നിങ്ങനെയാണ്. ഇനി ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള Q3 കാലയളവിലെ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ 5.2%. ഇനി വാഹന മേഖലയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു കമ്പനിയായ മാരുതി സുസുക്കിയുടെ റിസൾട്ട് ഇന്നലെയാണ് പുറത്തു വന്നത്. റിസൾട്ടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഡിസംബർ ക്വാർട്ടറിൽ മാരുതി സുസുക്കിയുടെ ലാഭം വർദ്ധിച്ചെങ്കിലും സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തില്ല. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 3,794 കോടി രൂപയായിരുന്നു. ഇയർ ഓൺ ഇയറിൽ 3.7% വർധനവ് രേഖപ്പെടുത്തിയെങ്കിലും ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളായി പുറത്തു വന്നിരുന്നത് 4,416 കോടി രൂപയായിരുന്നു. അതായത് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനും വളരെ താഴെയായിട്ടാണ് റിസൾട്ടുകൾ പുറത്തു വന്നത്. ഇനി റവന്യൂ ആയി രേഖപ്പെടുത്തിയത് 49,892 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 29% വളർച്ച രേഖപ്പെടുത്തി. എങ്കിലും മാർക്കറ്റ് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ കുറവായിട്ടാണ് റവന്യൂ രേഖപ്പെടുത്തിയത്. എബിറ്റ ആയി പുറത്തു വന്നത് 13.1% നെറ്റ് പ്രോഫിറ്റ് മാർജിനിൽ വർധനവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ലാഭം കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി കാണാൻ കഴിയുന്നത് പുതിയ ലേബർ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആണ് ലാഭം കുറഞ്ഞിരിക്കുന്നത്. 594 കോടി രൂപയുടെ വൺ ടൈം എക്സ്പെൻസ്, ഉയർന്ന ഇൻപുട്ട് കോസ്റ്റ്, ഫോറക്സ് നഷ്ടം, റെയർ എർത്ത് മെറ്റീരിയൽസ് സപ്ലൈ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളായി കാണുന്നത്. പക്ഷേ മാരുതി സുസുക്കിയുടെ വോളിയവും ഡിമാൻഡും ഒക്കെ പോസിറ്റീവായി തന്നെ തുടരുകയാണ്. ഹയസ്റ്റ് എവർ ക്വാർട്ടർലി ഡൊമസ്റ്റിക് സെയിൽസ് ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ കാണാൻ കഴിഞ്ഞത്. കൂടാതെ ടോട്ടൽ സെയിൽസിലും നല്ല വർധനവാണ്. അതായത് ഡൊമസ്റ്റിക് സെയിൽസും കൂടാതെ കയറ്റുമതിയിലും നല്ല ഉയർച്ച തന്നെയാണ് കാണുന്നത്. GST കട്ട് കാരണം സ്മോൾ കാറുകളുടെ ഡിമാൻഡ് കുത്തനെ ഉയരുകയുണ്ടായി. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ബൈക്കിലേക്ക്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്.
കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് ആദ്യം US മാർക്കറ്റുകൾ. ഇന്നലെ US മാർക്കറ്റുകൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡൗ ജോൺസ് 0.02% നേട്ടത്തിലും S&P 500 0.01% ഇടിവിലും നാസ്ഡാക്ക് 0.17% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഫെഡറൽ റിസർവിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ മാറ്റം വരുത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ഇൻഡീസസുകൾ ക്ലോസ് ചെയ്യാൻ കാരണമായത്. കൂടാതെ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ ഫ്യൂച്ചർ റേറ്റ് കട്ടിനെ പറ്റി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു സൂചനയും നൽകിയതുമില്ല. ഇന്നലെ US ഫെഡ് മീറ്റിംഗിന് പുറമെ മാഗ്നിഫിസന്റ് 7 കമ്പനികളുടെ റിസൾട്ട് കൂടി ഫോക്കസിലുണ്ടായിരുന്നു. മെറ്റ റിസൾട്ടുകൾക്ക് ശേഷം 4% ഉയർന്നു. ടെസ്ല 3% നേട്ടമുണ്ടാക്കി. മൈക്രോസോഫ്റ്റ് ഏർണിംഗ്സിന് ശേഷം 3% ഇടിവാണ് ഉണ്ടാക്കിയത്. ഇനി ഈ 7 കമ്പനികൾക്ക് പുറമെ IBM ഇന്നലെ 7% നേട്ടവും ഉണ്ടാക്കിയിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നലെ ഉണ്ടായത് S&P 500 ആദ്യമായി 7000 പോയിന്റ്സ് ക്രോസ് ചെയ്തിരിക്കുന്നു. S&P 500 ഈ ഒരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി കാണാൻ കഴിയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ ശക്തമായിട്ടുള്ള വളർച്ചയും ബിഗ് ടെക് കമ്പനികളുടെ ശക്തമായിട്ടുള്ള ഏർണിംഗ്സ് പ്രതീക്ഷയും US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ജൂൺ മാസത്തിൽ കുറയ്ക്കും എന്നുള്ള പ്രതീക്ഷകളുമൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു നേട്ടത്തിന് പിന്നിൽ. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വീക്കായിരുന്നു. ICICI ബാങ്ക് 0.57% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.40% ഇടിഞ്ഞു. വിപ്രോ 2.5% അടുത്ത് ഇടിയുകയുണ്ടായി. ഇൻഫോസിസ് 1.75% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 2.84% ഇടിവുമുണ്ടാക്കി. ഇന്നലെ യൂറോപ്യൻ വിപണികൾ ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലത്തെ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ സ്പീച്ചിനൊക്കെ ശേഷം ഒരു മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.17% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ് 1.5% ഇടിവിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,371 എന്ന നിലയിൽ 55 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 70 പോയിന്റ്സിന് അടുത്തുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തതായി ഇന്ന് ഏറ്റവും അധികം ഫോക്കസിൽ വരുന്നത് ഗോൾഡ് പ്രൈസുകൾ തന്നെയാണ്. ഇന്നലെ സ്പോട്ട് ഗോൾഡ് ഏകദേശം 1.7% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസുകൾ ഇന്നലത്തെ ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷം ഇന്നിപ്പോൾ 3% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,22,520 രൂപയാണ് പവന് വിലയായിട്ട് വരുന്നത്. ഏതായാലും ഇന്ന് 1,25,000 എന്ന മാർക്ക് ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇന്ന് സിൽവർ ട്രേഡ് ചെയ്യുന്നതും 3% മുകളിലുള്ള ഒരു നേട്ടത്തിൽ തന്നെയാണ്. ഇനി ബിറ്റ് കോയിനിലേക്ക് വന്നാൽ 0.52% ഇടിവിൽ $88,000 ട്രേഡ് ചെയ്യുന്നു. ഇന്നലെ ഓയിൽ പ്രൈസുകൾ 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ വരുന്ന ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ബിഗിനേഴ്സിന് ഒത്തിരിയേറെ ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുള്ള ധാരാളം വീഡിയോസ് നമ്മളിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. വീഡിയോസ് എല്ലാം ആദ്യം മുതൽ തന്നെ വളരെയേറെ പേഷ്യൻസോടെ നിങ്ങൾ എത്തരത്തിലാണോ ഒരു പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നത് അതേ പ്രാധാന്യത്തോട് കൂടി തന്നെ ഈ വീഡിയോസും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ നോക്കാം. ITC, ടാറ്റ മോട്ടോഴ്സ്, സ്വിഗ്ഗി, REC, പേടിഎം, കാനറ ബാങ്ക്, കോൾഗേറ്റ് പാമോലിവ്, അദാനി പവർ, ബ്ലൂ സ്റ്റാർ, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോറമണ്ടൽ ഇന്റർനാഷണൽ, ഡാബർ ഇന്ത്യ, ഡിക്സോൺ ടെക്നോളജീസ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, ഇൻഡിജെയിൻ, ജാരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, KPIT ടെക്നോളജീസ്, മണപ്പുറം ഫിനാൻസ്, നിപ്പോൺ ലൈഫ്, NTPC ഗ്രീൻ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, വേദാന്ത, വോൾട്ടാസ്, വെബ്സോൾ എനർജി സിസ്റ്റംസ് തുടങ്ങിയവയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കാം. ആദ്യം ലാർസൺ ആൻഡ് ടുബ്രോ. നെറ്റ് പ്രോഫിറ്റിൽ 4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3,215 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 10% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 71,450 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 19% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേബർ കോഡ് ഇമ്പാക്റ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന 1,344 കോടി രൂപയാണ്. പ്രോഫിറ്റ് അനലിസ്റ്റ് എസ്റ്റിമേറ്റിനേക്കാൾ താഴെയായിട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി ലോധ ഡെവലപ്പേഴ്സാണ്.
പ്രോഫിറ്റിൽ 1.3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 956.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.4% വർധനവ് രേഖപ്പെടുത്തി 4672.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. അടുത്തത് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി എന്ന കമ്പനി NSD. പ്രോഫിറ്റിൽ 4.4% വർധനവ് വന്നിരിക്കുന്നു. 89.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 0.8% വർധനവും രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി LT ഫുഡ്സ് ആണ്. പ്രോഫിറ്റിൽ 9.8% വർധനവ് വന്നു. 157.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.5% വർധനവ് വന്നു. 2809.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി ക്ലർക്ക് സർവീസസ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 39.8% വർധനവ് വന്നു. 191.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 25.4% വർധനവ് വന്നിരിക്കുന്നു. 1070.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്തതായി SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ് ആണ്. ഇതിൽ നെറ്റ് പ്രോഫിറ്റിൽ 45.2% വർധനവ് വന്നിരിക്കുന്നു. 556.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11% വർധനവ് വന്നു. 5127.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി കൊച്ചിൻ ഷിപ്പ്യാർഡ്. നെറ്റ് പ്രോഫിറ്റിൽ 18.3% ഇടിവ് വന്നിരിക്കുന്നു. 144.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.7% വർധനവ് വന്നിരിക്കുന്നു. 1350.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി GE വെർണോവ T&D ഇന്ത്യ എന്ന കമ്പനിയാണ്. നല്ല ഒരു പ്രോഫിറ്റിലുള്ള വർധനവ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. 103.8% വർധനവ് വന്നിരിക്കുന്നു. 290.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 58.4% വർധനവ് വന്നു. 1700.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. അങ്ങനെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം FIIs ബൈയിങ്ങിലേക്ക് തിരികെ എത്തിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. 480 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. DIs ആവട്ടെ 3361 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 25343 167 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ പറഞ്ഞതാണ് ഇത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാവാൻ സാധ്യതയുണ്ട്. കൂടാതെ ഡിസംബർ 21 തീയതിയിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങേയറ്റം കോഷ്യസ് ആയി വേണം നിഫ്റ്റിയെ കാണാൻ എന്ന് പറഞ്ഞിരുന്നതാണ്. ആ ഡിസംബർ 21 തീയതിയിൽ ലോ ബ്രേക്ക് ചെയ്തില്ല എന്ന് മാത്രമല്ല ഡൗൺ സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്യുകയുണ്ടായില്ല. ഇനി നിഫ്റ്റി തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും 200 ഡേ മൂവിംഗ് ആവറേജിന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അതും. ഇതുകൂടാതെ ഡിസംബർ 22 തീയതിയിലെ അപ്സൈഡിലെ ആ ഡിസംബർ 22 ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോൺ വരെയൊക്കെ നിഫ്റ്റി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സെല്ലിംഗ് സോണുമാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഇനി നമുക്ക് വരാനിരിക്കുന്ന വലിയൊരു ഇവന്റ് യൂണിയൻ ബഡ്ജറ്റ് തന്നെയാണ്. യൂണിയൻ ബഡ്ജറ്റിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ലഭിക്കുകയാണെങ്കിൽ അത് വിപണിയെ സംബന്ധിച്ച് കൂടുതൽ നേട്ടത്തിനുള്ള കാരണങ്ങളായിരിക്കും. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഡൗൺ സൈഡിലെ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 200 ഡേ EMA ആണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,300ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,598 393 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഫോം ആയിട്ടുള്ളത് ഒരു ഡോജി ക്യാൻഡിലാണ്. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു ലോവർ വിക്കോട് കൂടിയുള്ള ഒരു ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ക്യാൻഡിൽ തന്നെയായിരുന്നു. കൂടാതെ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നല്ല പോസിറ്റിവിറ്റി തന്നെയാണത്. ഡൗൺ സൈഡിൽ 59,000 മുതൽ 59,100 വരെയുള്ള 50 ഡേ EMA വരുന്ന സോൺ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു സോണാണ് ഡൗൺ സൈഡിൽ. അപ്പ് സൈഡിലേക്ക് വന്നാൽ 60,300 മുതൽ 60,600 വരെയുള്ള ആ ഒരു സോണും ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,500ഉമാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.